എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ്, മിഡ് ക്യാപ് നിഫ്റ്റി, എൻജിഎൻ, ക്രൂഡ് ഓയിൽ അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് മണ്ടേത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസിലാണ്, ഈ പബ്ലിക് ലെവൽസാണ് ലേൺ ചെയ്യുന്നത്. നമ്മുടെ സ്ട്രാറ്റജി എൻ ജി അനാലിസിസ് കിടക്കാം. ഫസ്റ്റ് എൻ ജി അനാലിസിസ് ആണ്. എൻ ജി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി ഇതിൻ്റെ അബവ് പ്രൈസ് പോയാൽ മാത്രമേ എൻ ജി ബുള്ളിഷ് ആവുള്ളൂ. ഓക്കെ, സോ എൻ ജി ഇപ്പോൾ വീക്ക്നെസ് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് ദിവസം ബിസി ആയിരുന്നു, പിന്നെ അതുകൊണ്ട് ഇച്ചിരി ഒരു വീഡിയോ റെഗുലർ ഉണ്ടാക്കാൻ പറ്റില്ല. ബട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഷുവറായിട്ട് നമുക്ക് റെഗുലർ വീഡിയോസ് ഉണ്ടാക്കാം. ഓക്കെ, സോ എൻ ജി നമ്മൾ നോക്കുകയാണെങ്കിൽ മുകളിൽ നിന്ന് വരുന്ന ഫോൾ. ഓക്കെ, ഇവിടുന്ന് ഇനി സ്റ്റിൽ ഐ തിങ്ക് ഇത് ചാനലിലാണ് ഇപ്പോൾ ഉള്ളത്. സോ എൻ ജി മേ ബി മോർ ചാൻസസ് ഡൗൺ സൈഡ്. ചാനലിൻ്റെ അകത്ത് ഈ കൗണ്ടിങ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് സോ ഇത് 1, ഇത് 2, ഇത് സ്റ്റിൽ 3 ആണ്. 1, 2, 3, 4, 5 സ്റ്റിൽ 3 ആണ്. ഓക്കെ, സോ സ്മോൾ ടൈം ഫ്രെയിമിലൊന്നും ചാനൽ നോക്കുവാണെങ്കിൽ മീൻസ് മോർ ഫോൾ മേ ബി ചാനലിൽ മറ്റേ ഇതിൻ്റെ വരാൻ ചാൻസസ് ഉണ്ട്. യെസ്, ഇപ്പോൾ സപ്പോർട്ട് എടുക്കുന്നത് 127%. ഓക്കെ, ലാസ്റ്റ് സിംഗിൾ ലെഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ ജി ഇപ്പോൾ ഇങ്ങനെയാണോ, അപ്പോൾ മേ ബി ഇവിടുന്ന് ഇനി ബൗൺസ് വരാം. ഓക്കെ, 1, 2, 3 ഇത് ഐ തിങ്ക് ടൈപ്പ് ഓഫ് ഡയഗണൽ പാറ്റേൺ ഉണ്ടാക്കണം. ബൗൺസ് വരാം. സോ ബൗൺസ് വേണമെങ്കിൽ നമുക്ക് പ്ലീ ചെയ്യാം. ഓക്കെ, ആ ബൗൺസ് എവിടെ വരെ വരാനുള്ള ചാൻസസ് ഉണ്ടാവും. ഇവിടെ നിന്ന് തന്നെ ബൗൺസ് വരികയാണെങ്കിൽ ഇതാണ് റെസിസ്റ്റൻസ് സോൺ. ഓക്കെ, സ്മോൾ ടൈം ഫ്രെയിമിലാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. സ്മോൾ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ടൈപ്പ് ഓഫ് ഡയഗണൽ അല്ല, യെസ് ഒരു ചാനലാണ്, റൈറ്റ്, അതന്നെ. സോ മേ ബി ഇതിൻ്റെ ബൗൺസ് വരാം. ബൗൺസ് ദെൻ വീണ്ടും എത്ര വരെ ബൗൺസ് പോകും, പിന്നെ വീണ്ടും മേ ബി ഒരു ഫോൾ. ഐ തിങ്ക് ഫോൾ കഴിഞ്ഞിട്ട് ചാനലിൻ്റെ ലാസ്റ്റ് ഈ പൊസിഷൻ ടച്ച് ചെയ്യേണ്ടതാണ്. ബട്ട് ഇതിൻ്റെ അബവ് പോയാൽ ബുള്ളിഷ്നെസ് തുടങ്ങി. ഇതിൻ്റെ അബവ് 258 or 9. ഓക്കെ, അബവ് പോയാൽ പിന്നെ ബുള്ളിഷ്നെസ് സ്റ്റാർട്ട് ചെയ്യും. സോ ഇതിൻ്റെ അബവ് പോയാൽ ബുള്ളിഷ്നെസ് ആൻഡ് ബൗൺസ് കഴിഞ്ഞ് താഴേക്ക് വീണ്ടും വന്ന ഈ ലോ ബ്രേക്ക് ചെയ്ത ഫർദർ ഫോൾ ടു ചാനൽ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ എൻ ജി അനാലിസിസ്. ക്രൂഡ് ഓയിൽ അനാലിസിസ് കിടക്കാം. പ്ലീസ് എല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കണ്ട. ക്രൂഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ബൗൺസ് ആണ്. അപ്പോൾ ക്രൂഡ് സ്റ്റിൽ നല്ലൊരു ബൗൺസ് വരുന്നുണ്ട്. അന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഫസ്റ്റ് ഇവിടുന്ന് ബൗൺസ് ആണ്. ബട്ട് ബൗൺസ് ഐ തിങ്ക് കുറച്ച് കൂടുതലാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. ക്രൂഡ് നമുക്ക് വീണ്ടും ഒന്നുകൂടി ഞാൻ ഐ ഫീൽ സോ ഇത് വീണ്ടും 4th തന്നെയാണ്. ഇത് കണ്ടോ, ബൗൺസ് വീണ്ടും 4th ആണ്. ആൻഡ് ദെൻ വീണ്ടും 5th വരേണ്ടതാണ് ക്രൂഡിൽ. 5th ഫോൾ ക്രൂഡിൽ വരേണ്ടതാണ്. ബട്ട് നമുക്ക് ഇനി ഒന്നുകൂടി ചെക്ക് ചെയ്യാം. സോ ക്രൂഡ് നമ്മൾ റീഡ് ചെയ്തത് ഇങ്ങനെ 1, 2, 3, 4 ആണ്, റൈറ്റ്. 4 എങ്ങനെയാണെങ്കിൽ 4th എത്ര വരാവുള്ളൂ, ഓവറോൾ മാക്സിമം ഫുൾ ലെഗിൻ്റെ 50% അല്ലേ. 4th ബൗൺസ് എങ്ങനെയല്ലേ വരുള്ളൂ. സോ എക്സാക്ട്ലി പിൻ പോയിൻറ്റ് 50% കേട്ടോ. പിൻ പോയിൻറ്റ് 50% ആണ് ക്രൂഡ്. ഇത് കണ്ടോ, ഇവിടുന്ന് റിജക്ഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് 4th ആണ്. ഇനി ഇതിൻ്റെ അബവ് പോയാൽ മാത്രമേ ക്രൂഡ് ബുള്ളിഷ് ആവുള്ളൂ. ആൻഡ് വൺ തിങ്, ഒരു കാര്യം കൂടി പറയാൻ, ഇത് കണ്ടോ 1, 2, 3, 4. 4th എപ്പോഴും എന്താ ക്രിയേറ്റ് ചെയ്യണത്, ഒരു ട്രയാങ്കിൾ ഓർ 3-3 കറക്ഷൻ പാറ്റേൺ. സോ ഇത് കണ്ടോ, ടൈപ്പ് ഓഫ് 3-3 കറക്ഷൻ പാറ്റേൺ. ഇൻ്റർല ഞാൻ കൗണ്ട് ചെയ്യുന്നില്ല, ബട്ട് യെസ് ഐ ഫീൽസ് ഇത് ടൈപ്പ് ഓഫ് 3-3 കറക്ഷൻ പാറ്റേൺ ആയിരുന്നു. കണ്ട, ഓർ ABC കൗണ്ട് ചെയ്താലും സിയുടെ കണ്ട, ഇത് A, ഇത് B, ഇത് C കൗണ്ട് ചെയ്ത് ഡയഗണൽ പാറ്റേൺ ഫോം ആയില്ല. കണ്ട, ഡയഗണൽ പാറ്റേൺ ഫോം ആയി. ആൻഡ് ദെൻ മേ ബി ക്രൂഡ് ഇനി പുട്ടെന്താണ് ശരിക്കും നന്നായിട്ട് പുട്ടണം ക്രൂഡ് ഈ സമയത്ത് ആസ് പെർ ദിസ് ചാർട്ട്. ഓക്കെ, അല്ലെങ്കിൽ 9,270 അബവ് പോയാൽ മാത്രമേ ബുള്ളിഷ്, അല്ലെങ്കിൽ ഫർദർ ഡൗൺ സൈഡ് ടു ഇവിടെ ഒരു സപ്പോർട്ട് വരുന്നുണ്ട്. ഓക്കെ, 5th ടാർഗറ്റ് എല്ലാവർക്കും അറിയാലോ എങ്ങനെ എടുക്കേണ്ടതാണ് ഫോർ ദ ഡൗൺ സൈഡിൻ്റെ. സോ ഫസ്റ്റ് ഇത് പ്ലേസ് ചെയ്യാനാണെങ്കിൽ 81.0%. വീക്ക്നെസ് ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ പുട്ടേണ്ടതാണ്. പുട്ടുവാണെങ്കിൽ 81.0% ഫസ്റ്റ് സപ്പോർട്ട്. ഓക്കെ, അറിയാലോ 81.0% റിജക്ഷൻ സോണുമാണ്. 5th ഫെയിലിയറുടെ ആണ്. ഓർ ഇത് ബ്രേക്ക് ചെയ്താൽ പിന്നെ 100%, 127%, 127.10%, 161.80% വരെ ക്രൂഡ് പിന്നെ വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ബട്ട് ഇതിൻ്റെ അബവ് പോയാൽ പിന്നെ ബുള്ളിഷാണ്. SL ഇതാണ് ബുള്ളിഷ്, ബിയറിഷിൻ്റെ. ഓക്കെ, SL ഇതാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. സോ അങ്ങനെ വേണം ഇത് പ്ലേ ചെയ്യാൻ. ഓർ ഇവിടെ വേണമെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരച്ചു കണ്ട, ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് വരച്ച് വെച്ചേക്കാം. ഓക്കെ, സോ ഇത് മനസ്സിലായാലും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും ഐ തിങ്ക്. സോ ക്രൂഡ് ഓയിൽ ക്ലിയർ ആണല്ലോ. ഇനി നിഫ്റ്റി അനാലിസിസ് കിടക്കാം. നിഫ്റ്റി അന്ന് നമ്മുടെ ഇത്രയൊക്കെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു അന്ന്. ഓക്കെ, നിഫ്റ്റി ഭയങ്കര ട്രാപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ട്രാപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിഫ്റ്റി ശരിക്കും ആസ് പെർ മീ നിഫ്റ്റി ഡയറക്റ്റ്ലി ഇവിടെ പോകേണ്ടതായിരുന്നു. 24,780 ഇത് ടച്ച് ചെയ്തിട്ട് പിന്നെ ഫോൾ വരാനായിരുന്നു. ബട്ട് നിഫ്റ്റി എന്ത് ചെയ്തു, ഇപ്പോൾ തന്നെ ഫോൾ വരാൻ ഞാൻ കോഷൻ സോൺ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ
ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഈ ഫുൾ ലെഗിൻ്റെ 2 SL നമുക്ക് വയ്ക്കാം. ഒന്ന് ഇത് 2 ലോ ഓർ മാക്സിമം ഇത്. സോ ഈ SL പോയിട്ടുണ്ട് ആസ് പെർ കാൽക്കുലേഷൻ ആസ് വെൽ. ഓക്കെ, സോ ഇനി എന്താണ് നമുക്ക് നോക്കാനുള്ളത്? ഈ ബ്ലാക്ക് ട്രോൾ ലൈൻ മോൾ എന്ന് പറയുന്നത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ അന്ന് കൗണ്ട് ചെയ്തത് എന്താണ്? അന്ന് നമ്മൾ കൗണ്ട് ചെയ്തത് ടോട്ടലി ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 ആൻഡ് ഇത് ഫുൾ 5 ആണ്. ഓക്കെ, 5ൻ്റെ അകത്ത് ഉള്ള പാർട്ടാണ് നമ്മൾ അന്ന് കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. 5ൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 1, 2, 3 ഇത് 4 ആയിരുന്നു. ബട്ട് ഇവിടെ 2 ലോ ക്രോസ് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? ഈ ലാസ്റ്റ് ലെഗ് മാത്രമേ ഞാൻ ഇപ്പോൾ ഈ ലെഗ് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. ഈ ലെഗ് മാത്രമേ ഞാൻ കാണിച്ചു തരാം. ഇത് ഈ ഫ്രം ഹിയർ ടു 5ൻ്റെ അകത്ത് 5 മൂവ്സ് ഉണ്ടാവേണ്ടതാണ്. സോ 1, 2, 3 ഞാൻ മാക്സിമം എക്സ്പെക്ട് ചെയ്തത് ഇവിടെ വരെ 4 ആൻഡ് ദെൻ 5 ആണ്. ബട്ട് ഈ ഒരു സിനാരിയോയിൽ 2 ബ്രേക്ക് ആയി. ദാറ്റ് മീൻസ് ഇത് 2 അല്ല. ഓക്കെ, സോ റീഡിങ്ങിൽ എവിടെയോ ഒരു ഇത് വരുന്നുണ്ട്, മിസ്റ്റേക്ക് എന്തോ ആണ്. ഓക്കെ, റീഡിങ് മിസ്റ്റേക്കാണ്. ഓർ മേ ബി ഇവരെന്ത് ചെയ്തു, ഇത് 3 ഇവിടെ തീർത്തു, ഇത് 4 ആയി, ഇത് 5 ആയി. ഓക്കെ, ചാർട്ടാണ്, നമുക്കതനുസരിച്ച് പ്ലേസ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഇതനുസരിച്ച് കണ്ട ഡയഗണൽ പാറ്റേണും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ എവിടെയോ മിസ്റ്റേക്ക് ആയിട്ടുണ്ട്. ബട്ട് ഡയഗണൽ പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോപ്പർലി അല്ല, ടൈപ്പ് ഓഫ് ഡയഗണൽ പാറ്റേൺ കണ്ടോ. സോ ഇതാണ് നമ്മുടെ ഒരു മിസ്റ്റേക്ക്. സോ മേ ബി ഇത് 5th ഡിഗ്രി ഫോളാണ്. ഇത് ഐ തിങ്ക് സോ ഡിഗ്രി ഫോളാണ്. ഇതിൻ്റെ ഡിഗ്രി ഫോളാണെങ്കിൽ റൂൾ എല്ലാവർക്കും അറിയാമല്ലോ. ഈ ലോ ബ്രേക്ക് ചെയ്യും 23,500 ആൻഡ് ഈ ഗ്യാപ്പ് ഇപ്പോൾ ഇനി എന്തായാലും ഇവർ ഫില്ല് ചെയ്യും. എന്തായാലും ചെയ്യേണ്ടതാണ്. മീൻസ് ഈ ഗ്യാപ്പിൻ്റെ ഇവിടെ വരെ ഇതിൻ്റെ ഇടയിൽ ഇവിടെ എവിടെയെങ്കിലും വരേണ്ടതാണ് മാർക്കറ്റ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും, റൈറ്റ്? ലാസ്റ്റ് ഒരു മൂവ് കൂടി നമുക്ക് കിട്ടാനായിരുന്നു, 32 കിട്ടിയിട്ടില്ല. ബട്ട് ഇത് ടച്ച് ചെയ്തില്ലെങ്കിൽ നല്ല പണിയാണ്. പിന്നെ ഈ സേഫ് അല്ല, ഇത് ടച്ച് ചെയ്യണം എങ്ങനെയാവും, അല്ലെങ്കിൽ ഈ ലോ സേഫ് അല്ല. പിന്നെ സോ മാക്സിമം എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ഒരു ഇതുണ്ട്, മാക്സിമം ചാൻസസ് ഞാൻ പ്രൈ ചെയ്യും. ദാറ്റ് മീൻസ് പ്രൈസ് ഇത് ടച്ച് ചെയ്യും 24,007. കാരണം എന്ന് വെച്ചാൽ അപ്പോഴാണ് ബുള്ളിഷിൻ്റെ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടുള്ളൂ. 24,780 ഓർ 24,800 നിയർ 61.80% ആണ് ഫുൾ ലെഗ് ഉണ്ട്. അത് ടച്ച് ചെയ്താലും നമുക്കൊരു കൺഫർമേഷൻ കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് പ്രൈസ് ബുള്ളിഷിലേക്ക് ആയി. ഓക്കെ, സോ ഐ തിങ്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ എന്താണ് ഇത് കൗണ്ട് ചെയ്യുന്നത്? ഇവിടെ ഇനി ഇത് 1 ഡിഗ്രി ഐ തിങ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ഫുൾ 1 ഡിഗ്രി ആയി. 2nd ഡിഗ്രിയുടെ ഫോൾ ഓൺ ഗോയിങ് ആണ്. 2nd ഡിഗ്രി ആണെങ്കിൽ 2nd ഡിഗ്രി മോസ്റ്റ്ലി ചാൻസസ് ഈ ഗ്യാപ്പിൻ്റെ ഇവിടെ വരെ വരും. കാരണം ആ ഡിഗ്രിക്ക് മാത്രമേ അങ്ങനെ ഒരു പവർ ഉണ്ടാവാറുണ്ട്, റൈറ്റ്? ഡിഗ്രിക്ക് മാത്രമേ അങ്ങനത്തെ ഒരു പവർ ഉണ്ടാവുകയുള്ളൂ. ദാറ്റ് മീൻസ് ഡിഗ്രി എന്ത് ചെയ്യും? ഈ ഗ്യാപ്പ് ഫില്ലിങ് അല്ലെങ്കിൽ ഇൻറ്റർണൽ മൂവ്സ് കണ്ട ഞാൻ അന്നേ പറഞ്ഞൊരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനേ പാടില്ല. ബിക്കോസ് ഇത് ഇൻറ്റർണൽ മൂവ്സിന് പവർ ഉണ്ടാവില്ല. അത് റൂളാണ്. പവർ ഉണ്ടാവില്ല ഇത് ഫില്ല് ചെയ്യാനുള്ളത്. സോ ഈ ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ട് 2nd ഡിഗ്രീൻ്റെ പവർ ഉണ്ട്. അത് എന്തായാലും മാക്സിമം ചാൻസസ് ഉണ്ട്. 80 to 90% ചാൻസസ് അത് ഇവിടെ വരും ഓർ ഇതിൻ്റെ ഇടയിൽ വരും മാക്സിമം ഇത്ര. സോ അത് വന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് വീണ്ടും തിരിച്ച് പോകേണ്ടതാണ്. ദെൻ 3 and 4 and then 5 ആയിട്ട് എങ്ങനെ പ്രൈസ് മുകളിലേക്ക് പിന്നെ കയറും. നോക്കാം പിന്നെ എങ്ങനെയാണ്. ബട്ട് ഫസ്റ്റ് ഇപ്പോൾ ഇനി നമുക്ക് എന്താ നോക്കേണ്ടത്? ഇനി സപ്പോർട്ട്സ് ആണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, സോ നമ്മുടെ റെസിസ്റ്റൻസ് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ ആയി. എനിക്കൊരു ഇപ്പോൾ ചെറിയൊരു പേടി എന്താണ് ഇതിനകത്ത് ഇപ്പോൾ മീൻസ് ഈ ഫസ്റ്റ് ഡിഗ്രി തന്നെ ഇത് ടച്ച് ചെയ്യാനായിരുന്നു 61.80%. ചിലപ്പോൾ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും എന്തെങ്കിലും ന്യൂ ഉണ്ടാവും, അവർക്ക് ഡൗട്ടായിരിക്കും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഫുൾ ലെഗിൻ്റെ മുകളിൽ നിന്ന് വരുന്ന ടോപ്പ് ഉണ്ടല്ലോ, ഈ മുകളിൽ നിന്ന് വരുന്ന ഈ ഒരു പ്രൈസ് ഉണ്ട്. അവിടെ നിന്ന് താഴെ വരുന്ന വെക്കുകയാണെങ്കിൽ 61. ആസ് പെർ ഇല്ലിറ്റ് വേവ് തിയറി 61.80% എനി ഹൗ പ്രൈസ് ടച്ച് ചെയ്യണം. ഓക്കെ, ഫോർ ബുള്ളിഷ്നെസ്, ഫോർ ഫർദർ ബുള്ളിഷ്നെസ്, ഫോർ ബൈ ആൻഡ് ഡിപ്സ്, റൈറ്റ്? ഫോർ ബൈ ആൻഡ് ഡിപ്സ്. അപ്പോൾ പിന്നെ എന്തായിരിക്കും പ്രൈസ്? പിന്നെ ഈ ലോ സേഫ് ആണ് നമുക്ക് പറയാം. 61.80% ടച്ച് ചെയ്താൽ മീൻസ് ഈ ലോ സേഫ് ആണ്. പിന്നെ വരുന്ന ഫോൾ പിന്നെ വരുന്ന ഫോൾ ഈ ലെഗിൻ്റെ 1, 2, 3, 4, 5 ആയിട്ട് പോകും. ബട്ട് ഈ സിനാരിയോയിൽ ഇവർ എന്ത് ചെയ്ത് ഇതുവരെ 61.80% ടച്ച് ചെയ്തിട്ടില്ല. ഇതാണ് എനിക്ക് പേടി. മനസ്സിലായോ? ടച്ച് ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോഴല്ല, ഒരു ഐ തിങ്ക് ഒരു 2-3 ആഴ്ച മുന്നേ ഞാൻ ഈ പ്രൈസ് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തായിരുന്നു. ഞാൻ പറയുകയും ചെയ്തു ഞാൻ 61.80% എനി ഹൗ ടച്ച് ചെയ്യണം. അതാണ് നമ്മുടെ റെസിസ്റ്റൻസ് സോൺ. അത് ടച്ച് ചെയ്തില്ല. അത് ഇപ്പോൾ എനിക്ക് ഒരു പേടിയാണ്. പേടിയെന്ന് വെച്ചാൽ പ്രൈസ് ഇനി ഇവിടെ ടച്ച് ചെയ്ത് പിന്നെ താഴേക്ക് പോയാൽ ഈ ലോ പിന്നെ നിൽക്കത്തില്ല. പിന്നെ നല്ല പോലത്തെ ഈ ബോക്സ് അവിടെയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ടാവുകയില്ല. സോ ഇതൊരു പേടിയാണ്. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടോ ഐ തിങ്ക് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, സോ
സോ എനിവേ ഇതെല്ലാം ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം ഫurther എന്താണ് ഇത് ഫസ്റ്റ് ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ട് സെക്കൻഡ് ഡിഗ്രി ആണെങ്കിൽ സെക്കൻഡ് ഡിഗ്രിയുടെ നമുക്ക് സപ്പോർട്ട്സ് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. സപ്പോർട്ട്സ് ഏതൊക്കെ ആയിരിക്കും? 38.0% ഒരു ബൗൺസ് സപ്പോർട്ടാണെന്ന് പറയാം. ഓക്കെ, കുറച്ചുകൂടി ക്ലിയർ ചെയ്ത് കേട്ടോ, ക്ലിയർ ചെയ്യാൻ നോക്കും. ഇപ്പോൾ 61.0% ഞാൻ മാർക്ക് ചെയ്തു, 81.0% ഇതാണ്. 50% ഒരു ലെവൽ ഇവിടെ വരുന്നുണ്ട്, എല്ലാം കൂടി മാർക്ക് ചെയ്ത് വെച്ചു കേട്ടോ. ഓക്കെ, 404. ഇനി ഞാനിത് ഡിലീറ്റ് ചെയ്യുന്നു. ഫിബൊനാച്ചി ലെവൽസ് നമ്മുടെ മാർക്കറ്റാണ്. ഇനി മുകളിൽ നിന്ന് വരുന്ന 50 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഫോൾ. ഓക്കെ, സെക്കൻഡ് ഡിഗ്രി ആണെങ്കിൽ എപ്പോഴും എങ്ങനെ ആയിരിക്കും? ABC സ്ട്രക്ചറിൽ ഫോൾ വരുള്ളൂ, റൈറ്റ്? സോ എയുടെ ഫോളാണ് ഇത്. ആൻഡ് ദെൻ സെക്കൻഡ് ഡിഗ്രിയിൽ ഇത് എയിൽ എപ്പോഴും എത്ര 3 or 5 മൂവ്സ് ഉണ്ടാവാറുണ്ട്. ഇത് 5 മൂവ്സാണ്. 1 2 3 4 5. എ ഇവിടെ ഐ തിങ്ക് കംപ്ലീറ്റ് ആയി. ഇനി ബിയുടെ ബൗൺസ് വരണം. ആൻഡ് ദെൻ സിയുടെ ഫോൾ വരും. ഓക്കെ, വീണ്ടും ABCയിൽ അങ്ങനെയാണ് പ്രൈസ് പോകാറുള്ളൂ, റൈറ്റ്? സോ എയുടെ അകത്ത് 5 മൂവ്സ് ആണെങ്കിൽ ആസ് പെർ റൂൾ ഞാൻ ഷെയർ ചെയ്ത് തരാം. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 ആൻഡ് ഇത് 5. ഓക്കെ, 5ൽ എൻ്റെ അടുത്ത് ആരോ ചോദിച്ചായിരുന്നു കമൻറ്റ് സെക്ഷനിൽ ഡയൽ പാറ്റേൺ ഫോം ആയോ, ഡയൽ പാറ്റേൺ എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ആയോ ചോദിച്ചായിരുന്നു കേട്ടോ. കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്ത് ഞാൻ പറയുകയും ചെയ്തു ഫോം ഇപ്പോൾ ആയിട്ടില്ല എന്നല്ല. അതെന്താണെന്ന് വെച്ചാൽ ഇത് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് കണ്ട ചാനലാണോ ഡയൽ പാറ്റേൺ ആണോ എന്തോ പ്രോപ്പർ അല്ലായിരുന്നു. സോ ചാർട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് മെൽറ്റിംഗ്. പ്രീമിയമിൻ്റെ ചാർട്ട് എപ്പോഴും പറയാറുണ്ട് ഞാൻ ക്രോസ് ചെക്ക് ചെയ്യണം. സോ മെൽറ്റിംഗ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞ സ്റ്റിൽ വീക്ക്നെസ് ആണ്, ഒന്നും നോക്കിയേ വേണ്ട. സോ അതാണ് എൻ്റെ ഒരു റിപ്ലൈ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ ഡയൽ പാറ്റേൺ ഞാൻ തന്നെ അങ്ങോട്ട് കമൻറ്റ് സെക്ഷൻ കമൻറ്റ് ചെയ്യും. ബട്ട് ഇത് എനിക്ക് തന്നെ തോന്നി ഞാൻ കമൻറ്റ് ചെയ്താൽ പണിയായിരിക്കും. സോ ഇനി എയുടെ ഫോൾ 5 മൂവ്സിലാണെങ്കിൽ എയുടെ ഫോൾ ആസ് പെർ ഇലിയറ്റ് വേവ് തിയറി എയുടെ ഫോൾ 5 മൂവ്സിലാണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ മോസ്റ്റ്ലി ചാൻസസ് ഈ ബൗൺസ് 50% റെസിസ്റ്റൻസ് ആണ് കേട്ടോ. 50%, 61.80%, 81, 61.80%. ഈ ഇത്ര വരെ എന്തായാലും പോകാറുണ്ട്. ഓക്കെ, മാക്സ് ടു മാക്സ് 81.0% പോകുള്ളൂ ഇത് എ ആണെങ്കിൽ, റൈറ്റ്? സോ ഞാൻ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? ഇപ്പോൾ മേ ബി ചാൻസസ് ഉണ്ട് പ്രൈസ് ഇപ്പോൾ എന്ത് ചെയ്യും? ഇത് ഇവിടെ എ ആണെങ്കിൽ മൺഡേ മോസ്റ്റ്ലി ചാൻസസ് പ്രൈസ് മുകളിലേക്ക് പോകും, ബി ആൻഡ് ദെൻ വീണ്ടും സി നമുക്ക് കിട്ടും. ഓക്കെ, മനസ്സിലായോ? ബുള്ളിഷ്നെസ് ഇതിൻ്റെ അബവ് മാത്രമേ 24,400 ഇതിൻ്റെ അബവ് മാത്രമേ നമുക്ക് ബുള്ളിഷ്നെസ് ഉള്ളൂ. ഓക്കെ, സോ അതുവരെ ബുള്ളിഷ്നെസ് ഇല്ല. 24,445 ഇതിൻ്റെ അബവ് റെഗുലർ പ്രൈസ് സസ്റ്റെയിൻ ചെയ്യുക. പിന്നെ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ അതിൻ്റെ അബവ് സസ്റ്റെയിൻ ചെയ്താൽ പിന്നെ ബുള്ളിഷ്നെസ്സിൽ നോക്കാം. അല്ലെങ്കിൽ ഇത് സെൽ ഓൺ റൈസ് സ്ട്രാറ്റജി ആയിരിക്കും. ഇനി ബാങ്ക് നിഫ്റ്റി ലെസസ് എടുക്കാൻ നോക്കും. ബാങ്ക് നിഫ്റ്റി ടാപ്പ് ചെയ്തായിരുന്നു, പെർഫെക്റ്റ്ലി ടാപ്പ് ചെയ്തിട്ടുണ്ട് കണ്ട നമ്മുടെ ആ ഒരു ഏരിയ. അതാണ് എനിക്ക് ഒരു മീൻസ് ഇവർ ചെയ്തത് ശരിയായില്ല. 61.80% എനിക്കൊരു ഇതുണ്ടായിരുന്നു. അത് എങ്ങനെ ഇവർ ടച്ച് ചെയ്തില്ല. 200 പോയിൻറ്റ് സംതിങ് എന്തോ മിക്സ് ചെയ്തേക്കാണ്. എനിവേ, സോ ബാങ്ക് നിഫ്റ്റിയിൽ ഐ തിങ്ക് അത് തന്നെ ഡിഗ്രി ഫോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി മോർ ബുള്ളിഷാണ് ഐ ഫീൽ നിഫ്റ്റീൻ്റെ കാലം. കാരണം ഇതിനകത്ത് അത്ര ഒരു ഇത് കാണുന്നില്ല കണ്ട ബാങ്ക് നിഫ്റ്റിയിൽ. സോ ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് 23.60% ആൻഡ് ബാക്കി ലെവൽസ് നിങ്ങൾ മാർക്ക് ചെയ്തേക്കണേ. 38.0% ഇത്രയൊക്കെ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ബാങ്ക് നിഫ്റ്റിയിൽ സ്മോൾ ടൈം ഫ്രെയിമിൽ വരിക. ബാങ്ക് നിഫ്റ്റി സ്മോൾ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ബൗൺസ് ബാങ്ക് നിഫ്റ്റിയുടെ ABC ഇത് കണ്ടോ, ഡബിൾ ടോപ്പ് ആണല്ലോ. ഡബിൾ ടോപ്പ് മീൻസ് ഇത് എ, ഇത് ബി ആൻഡ് സിയുടെ അകത്ത് 1 2 3 4 5. യെസ്, ഓക്കെ. ബാങ്ക് നിഫ്റ്റിയിൽ ബൗൺസ് വരേണ്ടതാണ്. ബൗൺസ് വരികയാണെങ്കിൽ എന്ത് ചെയ്യുക? മൺഡേ ഓപ്പണിംഗ് എങ്ങനെ അതിൽ ഡിപ്പെൻഡ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇതിൻ്റെ 38.80% ആൻഡ് 61.80%. ഈ രണ്ട് റെസിസ്റ്റൻസ് സോണാണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നത്. ഓക്കെ, ബുള്ളിഷ്നെസ് ഇതിൻ്റെ അബവ് മാത്രമേ ബാങ്ക് നിഫ്റ്റി ആവുള്ളൂ. ഓക്കെ, ഇതിൻ്റെ അബവ് 81 ഫുൾ എങ്ങനെ 81.0% വെച്ചാൽ മതി. ഓക്കെ, ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ് സെൻസെക്സ് പോകാം. പ്ലീസ് എല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ സെൻസെക്സ് നോക്കാം. ഇത് ഡിലീറ്റ് ചെയ്യുക ആൻഡ് ഫുൾ ലെഗിൻ്റെ സെൻസെക്സിലും അങ്ങനെ തന്നെ നമുക്ക് ഫുള്ള് ഐ തിങ്ക് നിഫ്റ്റി ക്ലിയർ ആയിട്ടുണ്ടാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി. നിഫ്റ്റി ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ. ഇനി ഡിഗ്രി ഫോളാണ് ഞാൻ അതിനകത്ത് കൗണ്ട് ചെയ്യുന്നത് നമ്മുടെ ഇതിൽ നിഫ്റ്റിയിൽ. ഇതൊക്കെ സപ്പോർട്ടാക്കി ഇങ്ങനെ ഗ്രീൻ ആക്കി തന്നെ മാർക്ക് ചെയ്തേക്കണം എല്ലാവരും കൂടി. ഓക്കെ,
ഫോർത്ത് ലെവൽസ് ചെയ്യാൻ തരുന്നില്ല, നിങ്ങൾ തന്നെ ഇപ്പോൾ മാർക്ക് ചെയ്യുക. സോ ഇതും അങ്ങനെ തന്നെ നിഫ്റ്റിയുടെ പോലെ 5 മൂവ്സിലാണ് എ ഫാൾ. സോ റൂൾ എന്താ പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കാനുള്ളതാണ്. സോ റൂൾ എന്താ പറയുന്നത് 61.80% to 50% വരേണ്ടതാണ്. ഓക്കെ, ഈ ബൗൺസ്. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ്, ഇതൊക്കെയാണ് സപ്പോർട്ട്. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഇവിടെ ഇത് ഐ തിങ്ക് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് 3 ആണ്. ആൻഡ് ഫോർത്തിൻ്റെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ടിൽ. ഫോർത്ത് ആണെങ്കിൽ മീൻസ് ഇത്ര ഹ്യൂജ് പോകില്ല, മാക്സിമം 50% പോകുള്ളൂ. ഇതാണ് 50% ഈ റേഷ്യോ. ബട്ട് തേർഡ് ചാനലാണ്, തേർഡ് എക്സ്റ്റൻഷനിലാണെങ്കിൽ റൂൾ എന്താ പറയുക മാക്സിമം 38.80% പറയാവുള്ളൂ. ഓക്കെ, റൂൾ എപ്പോഴും മസ്റ്റായിട്ട് മാർക്ക് ചെയ്യുക, നോട്ട് ചെയ്യുക, എവിടെയെങ്കിലും ഓർത്ത് വെക്കുക. കാരണം എന്ന് വെച്ചാൽ റൂൾ ആണ് കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. റീസൺ അപ്കമിങ് ടൈമിൽ ഒരു 10% ചിലപ്പോൾ റൂൾ ഫെയിൽ ആകും, ബട്ട് 90% റൂൾ വർക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം മറക്കണ്ട. താങ്ക്സ് സോ മച്ച്.